ഹലോ പ്രിയപ്പെട്ടവരെ, രാമംകുളത്താണ് ഇപ്പോൾ ഉള്ളത്. കീഷ്യ റോട്ടിൽ നിന്നും വരാം, അരീക്കോട് റോട്ടിൽ നിന്നും വരാം. കിടങ്ങഴി സമീപത്തുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയുള്ള ഒരു പോത്ത് ഫാം പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ആളുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് അവരോട് കാര്യങ്ങൾ സംസാരിക്കാം. ഇതാണ് UH ഫാം. ഓക്കെ, ഈ വലിയൊരു എസ്റ്റേറ്റിലൊരു ഭാഗത്തായിട്ട് അവർ ഇത് നടത്തുകയാണ്. നമുക്ക് വലിയ പോത്തുകളുണ്ട്, ചെറിയ പിന്നെ നമുക്ക് വളർത്താൻ പറ്റുന്ന പോത്തുകളും ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ ചോദിച്ചാൽ ആടുകളും ഉണ്ട് കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഒരു വൃത്തിയാക്കുന്ന സമയത്താണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത്. ഏകദേശം ഫിനിഷായിട്ടുണ്ട്. നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. കാര്യങ്ങൾ പോത്തുകുട്ടികളുണ്ട്, വളർത്തുകുട്ടികളാണ് ഇവിടെ ഉണ്ടോ വലിയ കിന്തരി വലിയ പോത്തുകളുണ്ട്, 4. അതിൻ്റെ അറ്റത്തൊരു എരുമയും കാണാനുണ്ട്. വില, തൂക്കം കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ ചോദിക്കാം. അവരുടെ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ കേസ് നമ്മൾ ഫാമിൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോകണം. അവിടെ ഹനീഫൊക്കെ റെഡിയാണ്. ഹനീഫയ്ക്കും അനിയൻ അസ്ലമും കൂടി നടത്തുന്നൊരു ഫാമാണത്. രണ്ടാളും കൂടിയാണ് ഇത് കാര്യങ്ങൾ നടത്തുന്നത്. അനിഫ്ക്ക് എത്ര കാലമായിട്ടുണ്ടാവും ഫാം തുടങ്ങിയിട്ട്? ഏകദേശം നമ്മള് തുടങ്ങിയിട്ട് ഇപ്പൊ 1 വർഷത്തിന്റെ മേലായി. പക്ഷെ ഇങ്ങോട്ട് പോന്നിട്ട് കൂടെ 3-4 മാസമായിട്ടുണ്ട്. കൂടുതൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, വേറെ ഫാമിലായിരുന്നു ആദ്യം അല്ലേ? അവിടുന്ന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ പോത്ത് ബിസിനസ് തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടോ? പോത്ത് ബിസിനസ് തുടങ്ങിയത്, പോത്തുമുക്ക് തുടങ്ങിയത് പറഞ്ഞാൽ വാപ്പ പറയാൻ നമ്മള് പാരമ്പര്യമായിട്ട് വന്നത്. പാരമ്പര്യമായിട്ടുള്ളതാണല്ലേ? ഫാദർ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ ഇപ്പൊ നിർത്തിയപ്പോ മക്കളായിട്ട് അല്ലേ? ഇനി പുതിയ കാര്യമായിട്ട് കറവന്നേനു. പുതിയ ജനറേഷൻ ഇതിക്ക് താല്പര്യം ഉണ്ടോ? നിങ്ങളെ മക്കൾ ആരെങ്കിലും? ഇല്ല, അവരങ്ങനെ വെച്ചാൽ അവർക്കായിട്ട് നമ്മൾ നിർബന്ധിക്കാനൊന്നും അറിയില്ല. നിങ്ങളതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താല്പര്യത്തിൽ ഇറങ്ങിയതാണ്. അതുപോലെ ഇപ്പത്തെ മക്കൾ ചിലപ്പോ കിട്ടിക്കൊള്ളുന്നില്ല. ഇല്ലേ? ആരും നിർബന്ധിക്കാല്ല. ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചെറുപ്പത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും ഇതിക്ക് അല്ലേ? ഓക്കെ, ഈ ബിസിനസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക? ലാഭകരമാണോ അതോ ഇനിയിപ്പോ ഇതിന്റെ മെനക്കേട് കാര്യങ്ങളൊക്കെ? ഇതിന് ലാഭകരം എന്ന് പറഞ്ഞാൽ ഈ പോത്ത് ബിസിനസ് ഒന്നും ഒരാളെ തളർത്തൂല. പക്ഷെ ഇതിനെന്താണെന്ന് വെച്ചാൽ ക്ഷമയാണ് വേണ്ടി. എന്തും നമ്മളൊരു പ്രോഫിറ്റ് ആലോചിച്ച് കണ്ട് ഒരു ഏർപ്പാട് തുടങ്ങിയാല് അത് വിജയിക്കാൻ കഴിയൂല. ആദ്യം ഇതിന്റെ റിസ്കിനെ കുറിച്ച് പഠിക്കണം. ഏറ്റവും ഇതിന്റെ റിസ്കുകളൊക്കെ കാര്യങ്ങളും തരണം ചെയ്ത് വന്നോനെ ഈ ബിസിനസ്സിൽ കുഴങ്ങൂല. ഇതിപ്പോ ആദ്യം ഒരു ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന ഇത് പണിക്കാരെ ചെയ്ത് നമ്മളിങ്ങനെ വന്നു നോക്കി ആ പരിപാടി ഇത് നടക്കൂല. അങ്ങനത്തെ ഫാമുകളാണ് ഇപ്പൊ പൊളിഞ്ഞുകാട് പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. പോത്തിന്റെ ഫാമാട്ടെ എന്താവട്ടെ, നമ്മള് മുണ്ടും മാറ്റി ഇറങ്ങാണ്ടോ ആ ഫാം നേരെ മറിച്ചൊരു പണിക്കാരെത്തുമ്പോ എത്ര കായ് എടുത്ത് നോക്കിയാലും ആ ഇത് ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. ശരിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. നമ്മള് ഈ പ്രത്യേകിച്ച് കന്നുകാലി ബിസിനസ് നന്നായി പഠിച്ചിട്ട് ഇറങ്ങാൻ പറ്റുന്ന സാധനമാണ്. ഒരു കമ്പത്തിൽ ഇറങ്ങിയാലേ പൊട്ടുന്ന ഉറപ്പാണ്. അതാണ് അതിൽ എഴുതിയിട്ട്. ഞാൻ കറവന്ന് എന്റെ സുഹൃത്ത് ഇതേമാതിരി ഗൾഫ് വൃത്തി വന്നുകാണ്ട് കറവന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് പറഞ്ഞാൽ ഞാൻ അയച്ചില്ല. ഞാൻ ഓരോ ആദ്യം പറഞ്ഞ എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ 4 പോത്തും കുട്ടികള്, ഒരു 2 കറവന്ന്, അതായത് നമ്മൾ ഇളം കുട്ടികളുടെ പയ്യല്ല, മറ്റേ അറിവ് ഒഴിവാക്കിയുണ്ടല്ലോ. അപ്പൊ എന്താണ് ഓനെ കറവ് പഠിക്കാം, കാര്യങ്ങൾ പഠിക്കാം. ഇപ്പൊ നിലമ്പൂർ ഇപ്പോഴും ഉണ്ട് ആ ഫാം. ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരണ്ട്. ഇപ്പോഴും ഓൻ ആ ഫാം നടത്തി പോരുന്നത്. നമ്മളെടുത്തോ വന്നുകാണ്ട് ഇവിടെ ഗൾഫ് ഞാൻ ഓനെ ഒരു റൂമിൽ നിന്നിരുന്നു, സൗദിയിലായിരുന്നു. പിന്നെ ഓൻ ഞാനും മുന്നിലായി നിർത്തിയത്. പിന്നെ ഓൻ്റെ അടുത്ത് ഗൾഫ് വൃത്തിന്റെ ശേഷം വന്നപ്പോ ഞാൻ ഓനെ ഒരു ഫാം ഇറങ്ങാൻ നിർബന്ധിച്ചു. ബൈക്കിലൊക്കെ പോയി കണ്ട് എടുക്കാനുള്ളത് നിന്നീനു. ഒന്നെ കൊണ്ടുപോയി കാണിച്ചപ്പോ ഞാൻ എടുക്കാൻ അയച്ചില്ല. എനിക്ക് എടുക്കണ്ട പറ്റൂല, പണിക്കാരെ വെച്ച് തുടങ്ങാൻ പറ്റൂല, എനിക്കൊന്നും അറിയില്ല അറിയാണ്ട് എന്റെ നിർബന്ധം കൊണ്ട് എടുത്തില്ല നിക്കണത്. പിന്നിട്ട് ഇപ്പൊ ഓനാക്കണു. ഇപ്പൊ അവിടെ 2 ബംഗാളികളെ വെച്ചുകൊണ്ട് ഒരു ഫാം 10-15 ബൈക്കുകൾ വെച്ച് അടക്കണു. പോത്ത് ഫാം വേറെ അടക്കുന്നുണ്ട്. പഠിച്ചു. ഇപ്പൊ ഒരു പണിക്കാർ പോയാലും ഒരു പജ്ജിനെ കറക്കാൻ ഓന് ഡീസന്റ് ആയിട്ട് അറിയും. ഇനി വെച്ചാൽ എരുമായാലും പോത്തിലെ കഴുകാനും ഇതിനെ ഒക്കുവാൻ അറിയും. അങ്ങനെ ആയി കഴിഞ്ഞാൽ തുടങ്ങി. ഒരു ഫാമൊക്കെ നടത്തണവനാണെന്ന് വെച്ചാൽ ആദ്യം പഠിക്കേണ്ടത് പൈക്കളെ കറക്കാനാണ്. ഈ ബംഗാളികൾ ഓര് ചിലപ്പോൾ സുഖമില്ലാതെന്ന് ചോദിച്ചാല് മനസ്സിന്റെ കാര്യല്ലേ, ചില അപ്പൊ ഇവിടെ ഇരിക്കാൻ പറ്റും. പൈക്കളെന്ന് പറഞ്ഞാലൊന്നും ഒരിക്കലും കറക്കാതെ വിടാൻ പറ്റൂല. എന്നാ പോത്താക്ക് തിന്നാൻ കൊടുത്താൽ ആരെയും കൂലിക്ക് വിളിച്ചാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതറിയാത്തവനും മുന്നിക്ക് വന്നിട്ട് കഴുകലും പിടിച്ചാലും നടക്കൂല എന്നുള്ളൂ. വെള്ളംകാട്ടിലും ഇതുവരെ മുന്നിക്ക് വെള്ളം വെച്ച് കൊടുത്താൽ ഏതവനും വന്ന് കൊടുക്കാം. കുറ്റി കെട്ടിയിട്ട് പോത്ത് അതിന് പ്രശ്നമില്ല. പോത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയമല്ല. പോത്തിനെ ആർക്കും പഠിക്കാം. ഏതറിയാത്തവനും എടുക്കുക. ഏത് അറിയാത്തവനും എടുക്കേണ്ടത് 1-2 എണ്ണം, മൂന്നാമത്തെ എടുക്കരുത്. മൂന്നാമത്തെ എടുക്കുക. ഒരു വല്ല ആ പോത്താളെ നോക്കിയതിന്റെ 4-ാമത്തോനെ കെട്ടാ, എത്തണം കെട്ടാ. ആദ്യം കുമ്മത്ത് പഠിച്ചിട്ട് ഈ ഫീൽഡിൽ ഇറങ്ങാൻ ഉറപ്പാണ്. എത്ര വളർത്തുകുട്ടികളുണ്ട് നമ്മുടെ അടുത്ത്?
ഏത് ഇത് കുട്ടികൾ വളർത്ത് ഞമ്മളൊക്കെ ഇതിമ്മ കായ് കിട്ടി പഠിച്ചതല്ല, കായ് കളഞ്ഞു പഠിച്ചതാ. കുട്ടികളല്ലേ നിക്കണത് ഈ കന്ന് ചിലപ്പോ ഏത് കന്നാണെങ്കിലും ചിലപ്പോ മോൾക്ക് വിൽക്കേണ്ടി വരും, ചിലത് കീപ്പട്ടിക്ക് വിൽക്കേണ്ടി വരും. കന്നച്ചോടം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എപ്പോഴേക്കും വിൽക്കാം, കീപ്പട്ട്. പൊതുവെ വാങ്ങുന്നിടത്ത് വില കേട്ടു അല്ലേ? പൊതുവെ വാങ്ങുന്നിടത്ത് വിലയെന്ന് പറഞ്ഞാൽ ഇത് ഗുണ്ടാ പീസ് കൂടുകയാണ്, കന്ന് വരുന്നില്ല, ആന്ധ്രന്ന് വരുന്നില്ല. അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച ചട്ടിപ്പറമ്പുള്ള കന്ന് വാണിയംകുളത്തില്ല. കഴിഞ്ഞ ഞായറാഴ്ച പോയി എന്താ ചട്ടിപ്പറമ്പ് കഴിഞ്ഞില്ലേ, ആ കന്ന് കഴിഞ്ഞ ആഴ്ച വാണിയംകുളത്തില്ല. അത്രയും ഡിമാൻഡ് കന്നില്ല. നിങ്ങൾക്ക് നല്ല വില വരുന്നുണ്ട്, വില കൂടുന്നു. അതാണല്ലോ മമ്പടം മജീദ് കഴിഞ്ഞ ഞായറാഴ്ച വീടെടുത്തപ്പോ മമ്പടം മജീദ് കൊടുക്കുന്നില്ല അറിഞ്ഞില്ല. കാരണം കന്ന് കിട്ടാല്ല, പിന്നെന്തിനാ കന്ന് വിൽക്കണമെന്ന് അവൻ ചോദിച്ചേ. ഇത് വിറ്റിട്ട് പോയി വാങ്ങണം എന്ന് വെച്ച് വേണ്ട, അതിലാറെ കൊടുക്കണമെന്ന്. ഇപ്പൊ ഈ പോത്തും കുട്ടികളൊക്കെ നമുക്ക് ഇപ്പോ ഇവിടെ ഫാമിൽ വരികയാണെങ്കിൽ നമുക്ക് 32.5 മേനിക്ക് ഇപ്പൊ ഇവിടുന്ന് കുടിച്ച് കൊടുക്കാം. ഇനി ഈ 32.5 മേനിക്ക് ഇത് വിറ്റിട്ട് ചിലപ്പോ 32.5 മേനിക്ക് കന്ന് പോയി കൊള്ളാൻ കിട്ടും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ ഇപ്പൊ നമ്മളെ ഷീറ്റിൽ വന്നതിൽ 32.5 മേനിക്ക് ഇതില് ഒന്നിച്ച് 4 നടക്കുന്നവർക്ക് കൊടുത്തുവിടാം. 32.5 ആയിട്ടല്ലേ? 32 ആയിട്ട്. നിങ്ങളെ അഭിപ്രായത്തിൽ ഇനി വില കൂടുതലേ ഉള്ളൂ റംസാനും കാര്യങ്ങളും വരുമ്പോ? റംസാനും കാര്യങ്ങളും ആയിട്ടല്ല. ഇപ്പൊ അഥവാ ഈ ടൈമിൽ കന്ന് ഏകദേശം കന്നിന്റെ നിലവാരം നിൽക്കുന്ന ടൈമാണ് ഇപ്പൊ. കാലാവസ്ഥ ഇതിന്റെയൊക്കെ നമ്മള് പഴയ കാലത്തെ ഇത് നോക്കുകയാണെങ്കിൽ കന്നിന് വില കുറഞ്ഞിക്കണ വേനലിൽ കന്നിന് വില കുറഞ്ഞിക്കണ ടൈമാണ്. അപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കന്നിന് കൂടി കൂടി വരും. അതായത് അവിടുന്ന് കന്ന് വരുന്നില്ല, നമ്മളെ കേരളത്തിൽ കന്നില്ല, ലഭ്യത കുറവാന്നർത്ഥം, സാധനം കിട്ടാത്ത അവസ്ഥ. ഒന്നാമത് ഹരിയാന UP ഒന്നും വരുന്നതല്ല. പിന്നെ അവിടുന്നുള്ള കന്നും ഇതിമ വരാനോ അവിടെ കന്ന് കെട്ടിക്കിടക്കാനും കാരണം ചോദിച്ചാല് ഈ ഒരു സാധനം ഇറക്കുകയാണെങ്കിൽ ഇതിന് മുട്ടുംകാലും ഇവിടുന്ന് മുറിച്ച് കഴിഞ്ഞ് തോലും പൊളിച്ചുകാണ്ട് 4 പീസാക്കിയാൽ 4 പീസാക്കിയാല് 250 ഉറുപ്പ്യ ലെവലിൽ തുലാസക്കാണ് കയറുകയാണ്. വേറെ ഒന്നും വേണ്ട, തല മുറിച്ചും തലം തോല് പൊളിച്ചു, ഈ ഗജ് മുട്ടിനെ മേപ്പിട്ട് മുറിച്ചു, മുട്ടിന്റെ അതേ മുട്ടുംകാലിന് കീപ്പട്ടക്ക് ആ കൊച്ചിലേറുമ്പോൾ മുറിച്ചിട്ട് ആ കാലിൽ മുറിച്ചാൽ നമ്മൾ തോല് വലിച്ചുമ്പോൾ കന്ന് കച്ചുകാലം മുറിച്ചൂലേ, ആ ലെവലിൽ മുറിച്ചുകാണ്ട് 4 പീസാക്കും. ഈ 4 പീസ് അങ്ങനെ തൂക്കാണ് തുലാസിക്ക് വെച്ചിട്ട് 250-ന്. അങ്ങനെ തൂക്കുമ്പോൾ 250-ന് ഇവിടെ തൂക്കുമ്പോൾ എന്തായി നമ്മളിവിടെ കന്ന് ഇറച്ചി വിൽപ്പനക്കാർക്ക് 400, അതിൽ ഇറച്ചിക്ക് എല്ലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വരുമ്പോൾ കമ്പനി തൂക്കാണ്. അങ്ങനെ കമ്പനിക്ക് 4 പീസ് പോണാണ് ഇതിന്റെ ഏകയുള്ള തകർച്ച. അതാണ് ഈ മേഖലന്റെ പ്രശ്നം തോറ്റത് അവിടെയാണ്. മറ്റേ എത്ര ലോഡ് പിടിച്ചാലും അവിടെ ഇവരും കെട്ടിക്കിടക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു സമാധാനം ഉണ്ട്. ഇപ്പൊ ഓൽക്കന്നെ കന്ന് ആവശ്യം, കർഷകർ തളരുന്നില്ല. കർഷകർക്ക് ഫാക്ടറിക്കാണ് പോയാല് ഈ ഇതാണ് ഒരു കന്നിന്. ഇതൊക്കെ നമ്മളെ അയലോകത്ത് കുട്ടികളാ. ജുവാ പറഞ്ഞു കൊടുക്ക, ജുവാ ഇങ്ങോട്ട് വാ, ഇതില് വാ. നമ്മള് പോയാൽ കന്ന് നോക്കണ ആളാണ്. നമ്മള് ഫാമിന്ന് പോയാലേ കന്നിനെ നോക്കണേ ശ്രദ്ധയുള്ളതാണ്. ഫാമില് നിങ്ങൾക്ക് ആർക്കും വരാൻ പറ്റൂല. ഫാമില് നമ്മള് ഇവിടുന്ന് വിട്ടാല് ഓടുണ്ടാവും, ധൈര്യമായിട്ട് പോവാ. അത് നട്ടപ്പാതിരാക്ക് വന്നാലും അവിടെ അറിയും, അവന്റെ വീട്ടിലറിയും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളെ ഫാം ഓട്ടക്കാരനാ. മൊത്തത്തിൽ 32,000 വെച്ചിട്ട് പറയാം. 32,000 മേനിക്ക് മൊത്തത്തിൽ എടുക്കാൻ വെച്ച് കൊടുക്കും. ഇനി ഇതിന് തെരഞ്ഞു പിടിക്കാൻ പറ്റൂല. അങ്ങനെ വെക്കണടിയിൽ ഒറ്റക്കുട്ടി കൊടുക്കുകയാണെന്ന് വെച്ചാൽ കൂടുതൽ വരും. ഇത് ഒന്നായിട്ട് ഇത് എടുക്കുമ്പോൾ വളക്കായിട്ട് എടുക്കുകയാണെങ്കിൽ 32,000 മേനിക്ക് 32 മേനിക്ക് നമുക്ക് കൊടുത്തുകൂടാ. വലിയ പോത്തിന്റെ എന്താ അവസ്ഥ? വലിയ പോത്ത് നമ്മള് 1.25 ചോദിക്കുന്നുണ്ട്. ഒരു 3 ഇഞ്ചില് തൂക്കുണ്ടാവും ഒരു പോത്ത്. ഈ പോത്ത് നമുക്ക് ഒരു 1.25 കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. ഇത് 3 ഇഞ്ചിലെ ഇറച്ചി 3 ഇഞ്ചിന്റെ പുറത്തുണ്ടാവും. 3 ഇഞ്ചിലെ ഇറച്ചി നമ്മൾ കണ്ടീഷൻ കൊടുക്കാം. ഇതൊരു 250 കിലോ ഉണ്ടാവും. അതേമാതിരി പോത്ത് ഈ പോത്തുണ്ടാവും ഒരു 250 കിലോ. ഇറച്ചിന്റെ കണക്കല്ലേ? ഇറച്ചിന്റെ കണക്ക്. ബോഡി വെയിറ്റ് അല്ല കേട്ടോ, ബോഡി വെയിറ്റ് അതിലാറ് വരെ 200 ബോഡി വെയിറ്റ് വരും. ഇറച്ചി വെയിറ്റാ പറയണ്ടേ, മീറ്റർ റേറ്റ് കേട്ടോ. പോത്തഞ്ഞ് മുന്നിലൊക്കെ പോയി നോക്കി, നല്ല പവറുള്ള ഓടിയ ഒരു അയവക്കാരോ പൊട്ടോ പുളിയോ പുള്ളിയോ ഓടിയും പോത്തിലൊക്കെ ഉണ്ടാവില്ല. ചെവിക്കോ ഒട്ടത്തെ ചെവി പൊട്ടോ ഓടി ഒന്നുമില്ല, ഒരു വണ്ടിപ്പരിക്കൂല്ല പോത്തുകള്. നിങ്ങൾ പോത്തുകളെ അതൊക്കെ കുടിച്ച് നോക്കി, പോത്തുകളൊന്ന് നോക്കി, ഒരു വണ്ടിപ്പരിക്കോ കാര്യോ ഒന്നുമില്ല. ഒരു എരുമുണ്ട്, ഇനി അതും കൊടുക്കാം. 1 ലിറ്റർ പാലിട്ട് കൊണ്ടിപ്പോ 35 ഉറുപ്പിക എരുമ നമുക്ക് കൊടുക്കാം. 35 എരുമ.
നിർത്തലാണ്. അതായത് ഈ വണ്ടിക്ക് കന്നാക്ക് പരിക്കില്ലാതെ വരുന്ന എരുമയാണ്. ഇടയിലേ ഇട്ട് കൊടുക്കാനേ, അതായത് ഈ വലിയ പോത്ത് കയറ്റുമ്പോ വണ്ടിന്റെ സൈഡ് ഇട്ട് കൊടുക്കാനാണ് എരുമ കയറ്റണത്. എന്നാ പൂത്താക്ക് പരിക്ക് പറയും, എരുമ തീരും പരിക്ക്. എരുമന്റെ ഒക്കാണ് പൊട്ടിക്കണ നോക്കി. പക്ഷെ ഇത് ഈ പൊട്ടല് ഇത് അടുപ്പിച്ചാൽ ഇതിന് പൊട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മള് ലോക്കൽ എരുമ അതിൽ കയറ്റണത്, 60 എരുമ കയറ്റണത്. കാണിച്ചു കൊടുക്കട്ടെ. അതിലെങ്ങനെ പോയി പോരാ. പമ്പിന്റെ അതില് ഇത് എല്ലാ ജാതിയിലും ക്രോസാ. നല്ല ചെവിയുള്ള വലിയ ആള് ചെന. അത് ചെന അവന്റെ കൊറ്റം പൊട്ടും. ഞാൻ ഇറക്കണെങ്കിലൊക്കെ റിസ്കാ. കാണില്ലേ അവന്റെ കൊറ്റന്മാരെ വിട്ടു. ഇത് വീട്ടിലേ, വീട്ടിലല്ല മറ്റേ ഇതുണ്ട് സിലോയിൽ ക്രോസാ. ആടിന്റെ ആൾക്കാരാ തോന്നിട്ടോ. ഓല് ഇവിടെ വന്നാ ഇവിടെ ഉണ്ടാവും. നമ്മൾക്ക് പുല്ലിട്ട് കൊടുക്കാനും വെള്ളം കാട്ടാനും. ഇതാ അവന്റെ വീട് നിക്കണ. ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. ഇത് കടിഞ്ഞില് ഒരു ചെനാടാണ്, കടിഞ്ഞിയാണ്. ഇപ്പൊ ചെന കൊടുക്കണോ അവിടെ ഇങ്ങനെ കാണിക്കൽ തുടങ്ങി സാധനം. 3.5 മാസം കഴിഞ്ഞ് 1.5 മാസം കൊണ്ടൊക്കെ ഏകദേശം ദിവസം ഉണ്ടാവും ചെനാട്. ആടുകളുണ്ടായിരുന്നു പുള്ളി. ഇപ്പൊ ആടുകള് കൊടുത്തു കഴിഞ്ഞ കൊറ്റന്മാരെ കൊടുക്കുന്നുണ്ട്. വലിയ ടീമൊക്കെ വന്നപ്പോ കൊറ്റന്മാരും നമ്മളെടുത്തുണ്ടാവും. മുകളിൽ ചിലരാണെന്ന് കൊറ്റന്മാര് ഉണ്ടാവലുണ്ട്. നമ്പർ കൊടുക്കായി വിളിച്ചോട്ടെ, സെറ്റ് ആയി കൊടുക്കും. എല്ലാം ഉണ്ടാവും. ഇതട്ടോ നമ്മളെ പോത്താള് ഫ്രണ്ട് സൈഡ് വരുന്നത്. നീ മൂറാന്ന് പറയണ്ട, ഞമ്മക്ക് ആന്ധ്രക്കാന്നാണ്. നിങ്ങൾ മൂറന്റെ മേപ്പെട്ടുണ്ടോ നോക്കിയാൽ മതി. അത്രേ ഞങ്ങൾ പറയുള്ളൂ. കാഴ്ചക്ക് എങ്ങനെ ഉണ്ടാക്കിയാ മതി. മൂറാ പറഞ്ഞു പറ്റിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞേ ഞങ്ങൾക്ക് ആന്ധ്രലോടാണ്. ആന്ധ്രലോടാണ്, അതാണ് തന്നെ പറയാം. ഞാൻ വലിയ പോത്താളൊക്കെ പറഞ്ഞോളൂ. നമുക്ക് ആന്ധ്രയിൽ നിന്ന് എനിക്ക് വന്നു വരുന്നുണ്ട്. നമുക്കൊക്കെ ആന്ധ്ര കന്നാളാ. ഇതൊക്കെ നോക്കി. ഇനി മൂറന്റെ മേപ്പെട്ടുണ്ടോ നോക്കിയാൽ മതി ഈ പൂത്താളൊക്കെ. ഇത് ഹരിയാന UP ന്നും വന്നതല്ല. ഈ ആന്ധ്രയ്ക്ക് ഹരിയാന UP ന്ന് വരുന്നതെന്ന് നമ്മള് പറയില്ല. പക്ഷെ ഞമ്മക്ക് വരുന്ന ആന്ധ്രയിൽ നിന്നാണ്. പിന്നെ ഇപ്പൊ ഇറ്റങ്ങൾ എന്റെ പറ്റൂന്ന് നോക്കാൻ നമ്മള് പോണില്ലല്ലോ. പിന്നെ ഓരോരുത്തർ മുറ അതൊക്കെ പറയും. അതിന്റെ ഒന്നുമില്ല, ഞമ്മക്ക് ആന്ധ്രയിൽ നിന്നാ വരുന്നത്. മുറന്റെ മേലുണ്ടോ കുട്ടികളെന്ന് നോക്കിയാൽ നമുക്ക് എന്താ ഉള്ളത് പറഞ്ഞു കൊടുക്കുക. അത്ര തന്നെ ഉള്ളു. അതിന് തൃപ്തിപ്പെട്ട ആൾക്കാർ വാങ്ങാം. അതില് കളങ്കൊന്നുമില്ല. മതിപ്പ് വിലക്ക് വേണം ഞങ്ങൾക്ക് ഒന്ന് വിറ്റ് കൊടുക്കണേ. ഇനി അത്ര നിർബന്ധമാണുള്ളവർക്ക് തൂക്കം നമ്മൾ കൊടുക്കും. 165 കൊടുക്കും, 170 കൊടുക്കും. അപ്പൊ വണ്ടിക്ക് കയറ്റാ വണ്ടി അടക്കം തൂക്കും, വണ്ടി കഴിച്ച് തൂക്കി കൊടുക്കും. അങ്ങനെ ഇവിടെ നിന്ന് തൂക്കം കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ തുലാസ് വെച്ചിട്ടില്ല തൂക്കത്തിന്. നിക്കണേ തൂക്കം വേണമെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കും. പിന്നെ എങ്ങനെ വണ്ടി ഉണ്ടോ സൗകര്യം വീട്ടിൽ? വണ്ടി ഉണ്ട് അല്ലേ, ചെറുവണ്ടി ഉണ്ട് നമുക്ക്. ഒരു മലപ്പുറത്തൊക്കെ ഏരിയയിൽ എവിടെയാണെങ്കിലും കൊടുക്കും. ദൂരത്തേക്കാണെങ്കിൽ എന്താ ജില്ല വിട്ടാണെങ്കിൽ വിട്ടാണെന്ന് വെച്ചാൽ അതിനുള്ള വണ്ടി കയറ്റി വിടും. ജോലി വരണമെന്നൊന്നുമില്ല. ഇല്ല എങ്ങനെ വേണമെങ്കിലും വണ്ടി കയറ്റി വിടും. നമുക്ക് എന്തുകൊണ്ട് വെച്ചാൽ ഏത് ദൂരത്തേക്കാണ് വണ്ടി പോകണമെന്ന് വെച്ചെങ്കിൽ ആ ദൂരത്തേക്കുള്ള എമൗണ്ട് ഒന്നിന്റെ അഡ്വാൻസും ആ വണ്ടിന്റെ വാടകയും ഇവർക്ക് പൈസ ആയിട്ട് അയച്ചു. ബാക്കിയുള്ള എമൗണ്ടുകൾ അവിടെ എത്തിയിട്ട് തീർക്കണം. അല്ല അപ്പൊ നമ്മള് പരസ്പരം കാണുന്നില്ലല്ലോ. പല ലൈവില് ഓല് വിളിക്കുന്നവര് വളരെ യഥാർത്ഥക്കാരായിക്കാരം. പക്ഷെ ഇതിന്റെ ഇടയിൽ ചീറ്റിംഗ് നടത്തുന്നവരും ഉണ്ട്. അല്ല ഉള്ളത് നമ്മള് തുറന്നു പറയാഞ്ഞാല്, അല്ലാതെ അവരെ വിശ്വാസോ ഇതൊന്നുമല്ല. പക്ഷെ നമ്മൾ ആരെങ്കിലും അതില് നമ്മളൊരു കെണി വെക്കാനാണെന്ന് നമ്മളതിൽ വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നേരെ മറിച്ച് നമ്മളെ വണ്ടി പോയിട്ട് അവിടുന്ന് പോയിട്ട് വണ്ടി പോകാനുള്ള വാടകയും ഇതും നമുക്ക് ഇവിടെ കിട്ടിയിട്ട് മോനോടെ പോയി കളിച്ചിട്ട് നമുക്ക് ആ കൊന്നും കൊണ്ടിട്ട് പോകാൻ മതി. നമുക്കൊന്നുമില്ല, സമയം പോകണം, അത്രേ ഉള്ളൂ. അത് പിന്നെ ഏർപ്പാട് പറഞ്ഞിട്ടുള്ള നമുക്ക് ഒന്നും കൊണ്ട് പോകാൻ മതി. ഇടപാടൊന്നുമില്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, ടൈമേ വേസ്റ്റ് ആവണുള്ളൂ. അത് നോക്കാമല്ലോ.